വാർദ്ധക്യത്തിലേക്ക് എത്തിപ്പോയ ഒരു കവി മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്, പൂണല്ലുന്തി ചടച്ചാടിയ മമ കവിത പയ്യനെ സന്ധ്യാനേരത്താണല്ലോ ഞാൻ കറക്കാൻ തുനിയുവത്. എൻ്റെ കവിതയാകുന്ന പയ്യ് ശോഷിച്ച് കൃശഗാത്രയായിട്ടുണ്ട്. അതിൻ്റെ പൂണല് ഉന്തി ചടച്ചാടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകിട്ടിൽ നിന്ന് ക്ഷീരം ഒഴുകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന സാഹസം അത് വൃഥാവിലാകാൻ പോകുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു മനുഷ്യനെ പ്രതീക്ഷിക്കപ്പെടുന്നിടത്ത് നിന്ന് മുഴുവൻ മുൻപാരും ഇതുവരെ എഴുതാത്തതാണ്. ഇതിലെല്ലാ കാര്യങ്ങളും കിടക്കുന്നുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായനയുടെ ഒരു വലിയ വിസ്തൃതമായ സന്ദേശം ഒരു മനുഷ്യൻ കൊടുക്കുന്നത് തീർത്തും വിരളം മാത്രമായ ജനങ്ങൾ, അങ്കുലി പരിമിതരായ സാക്ഷരത നേടിയ ആളുകളുള്ള ഒരു ഭൂപടത്തിലാണ്. അല്ലാതെ എല്ലാവരും 100% സാക്ഷരത കൈവരിച്ചൊരു ലോകത്തല്ല വായനയുടെ പ്രചാരം നടത്തപ്പെടുന്നത് എന്നർത്ഥം. അപ്പോ വിശുദ്ധ ഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ജനതയെ ഇങ്ങനെ മനപരിവർത്തനം നടത്തുമായിരുന്നു. മാനസികമായ ഒരു പരിവർത്തനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇടപെടലുകളൊക്കെ പരിവർത്തനമാവാൻ, മൗനം പരിവർത്തനമാവാൻ, ആംഗ്യവിക്ഷേപങ്ങൾ പരിവർത്തനമാകാൻ, മന്ദസ്മിതം പരിവർത്തനമാകാൻ, നമ്മൾ നന്മ ഉദ്ദേശിച്ച് കൊടുക്കുന്നതെല്ലാം ഒരു വിപ്ലവമായി മാറുക. അതല്ലേ ഒരു മനുഷ്യൻ സ്വഭാവമാണ് എന്ന് പറയപ്പെടാനുള്ള കാരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി ഖുർആൻ പറയുന്നത് അല്ലേ, ഇന്ന ഇബ്രാഹിം ലഹലീമുൻ അവ്വാഹുൻ മുനീബ്, ക്ഷമാശീലനാണ്. ഇസ്മായിൽ നബിയെ പറ്റി ഖുർആൻ പറയുന്നത് ഇന്നഹു കാന സ്വാദിഖൽ വഅദ്, കരാർ പാലിക്കുന്ന സത്യസന്ധനാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി ഖുർആൻ പരാമർശിക്കുന്നത് ഇന്നഹു കാന അബ്ദൻ ശകൂറ, ഒരു നന്ദിയുള്ള അടിമയായിരുന്നു എന്നാണ്. യഹ്യാ നബിയെ പറ്റി പറയുന്നത് കാന ബർറം ബിവാലിദൈഹി, മാതാപിതാക്കളോട് ഗുണവാനായിരുന്നു എന്നാണ്. എന്നാൽ വിശുദ്ധ ഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഖുർആൻ ഉച്ചരിക്കുന്നത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങ് ഉത്കൃഷ്ടം മേത്തരം സ്വഭാവത്തിന്റെ ഉടമയാണ്. സ്വഭാവമാണ് നബി എന്നാണ്. അതൊരു മൂവ്മെന്റായി മാറാണ്. ഇപ്പോൾ ഒരാൾക്ക് ആദരം കൊടുക്കുന്നത് സ്വഭാവമാണ്, പുഞ്ചിരി കൊടുക്കുന്നത് സ്വഭാവമാണ്, വിധവയുടെ വൈധവ്യ ദുഃഖം അകറ്റുന്നത് സ്വഭാവമാണ്, അനാഥന് സനാഥത്വം കുറിച്ചു കൊടുക്കുന്നത് സ്വഭാവമാണ്, ചാരിറ്റി സ്വഭാവമാണ്, സോഷ്യൽ വർക്ക് സ്വഭാവമാണ്, അല്ലേ? അപ്പൊ അങ്ങ് സ്വഭാവമാണ് എന്ന് പറയാൻ അതിലെല്ലാം കിടക്കുന്നുണ്ട്. നബിയുടെ മൗനം, നബിയുടെ മന്ദസ്മിതം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം സ്വഭാവമാണ്. അപ്പൊ സിറ്റുവേഷനിലായിട്ട് ഇടപെടുന്ന ഒരു ഗുരുവിനെ മദീന ഇങ്ങനെ അല്ലെങ്കിൽ മക്ക ഇങ്ങനെ ഒരു സാമ്രാജ്യം കാണുകയാണ്. അത് ഒരു വിപ്ലവമായി അല്ലെങ്കിൽ അതൊരു പ്രബോധനമായി മാറിത്തീരുകയാണ്. എല്ലായിടത്തും ഇടപെട്ടു, വളരെ മാന്യമായ ഇടപെടൽ. 70,000 ആളുകൾക്ക് ഹിസാബില്ലാതെ സ്വർഗസ്ഥരാകാൻ സൗഭാഗ്യസിദ്ധിയുണ്ട് എന്ന് അവിടെ നിന്ന് പറയുമ്പോൾ ഇടയിൽ കയറിയിട്ട് ഉഖാശ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ എനിക്കതിൽ സ്ഥാനമുണ്ടോ, എനിക്കതിൽ ഇടം പിടിക്കാൻ കഴിയോ? അപ്പൊ പറഞ്ഞു അൻത മിൻഹും അൻത ഫീഹിം, അങ്ങവരിൽപ്പെട്ടവരാണ്. ആ കേട്ട ആവേശത്തിൽ മറ്റൊരു സഹാബി ഉടനെ തന്നെ എണീറ്റ് നിന്നിട്ട് നബിയെ എനിക്ക് അവസരമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ലസ്ത മിൻഹും, അങ്ങ് അവരിൽ പെട്ടിട്ടില്ല എന്ന ഒരു നെഗറ്റീവായ മറുപടി കൊടുക്കുന്നില്ല. അതിന് പകരം സബഖക ബിഹാ ഉഖാശ, ഉഖാശ അങ്ങയെ മുൻകടന്നോ പ്രിയപ്പെട്ട സഹോദര. അതിൽ മാന്യതയുണ്ട്. അതൊരു മനുഷ്യന്റെ ഹൃദയപരതയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കുലീനമായ സ്വഭാവത്തിന്റെ സമ്പർക്ക കാന്തിയുണ്ട്, ഉണ്ടതിൽ. അങ്ങനെയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുന്നത്. അതാണ് ഇടപെടലിന്റെ ഒരു മര്യാദ. ഒരു മനുഷ്യനിങ്ങനെ കാണുകയാണ്, അല്ലേ? അവിടെ നിന്ന് ഇടപെടുന്നതിന്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ. എല്ലാവരോടും അങ്ങനെയാണ്. മുന്തിരി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഒരു സഹോദരി, അത് കുറച്ച് പുളിക്കുന്ന മുന്തിരിയാണ്. സാധാരണ രീതിയിൽ അവിടുന്ന് സഭയിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൈനീട്ടമായിട്ട് കാണിക്കയായിട്ട് കൊടുത്താൽ അത് ഉടനെ തന്നെ രുചിച്ച് അപ്പാടെ സഹാബത്തിന് വിതരണം ചെയ്യുന്ന സുശീലമുള്ള പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ രീതിയിലുള്ള പ്രകൃതത്തിൽ നിന്ന് ഭിന്നമായി ആ മുന്തിരി രുചിച്ചിട്ട് അത് അവശേഷിക്കുന്ന മുന്തിരികൾ അവിടെ തന്നെ വെക്കുകയാണ്.
ഒന്നും പറയുന്നില്ല. കാരണം അതൊരു കുറ്റപ്പെടുത്തലാകും. അത് ഏതെങ്കിലും രീതിയിൽ ആ കൊണ്ടുവന്ന് തന്ന ദാതാവിന് നീരസമുണ്ടാക്കുന്ന ഒരു സ്വഭാവമായി പോകും. എത്ര സൂക്ഷ്മമാണ് മതമെന്ന് പറയുന്നത്. ഈ ഇടപെടലിന്റെ സൗന്ദര്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ ലോകം അതിനെയാണ് നോക്കുന്നത്, അല്ലേ? ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അതിനെ വീണ്ടും നമ്മൾ മുടിനാരിയുടെ കീറിയിട്ട് ചർച്ച ചെയ്യുമ്പോഴാണ് ആ ഇടപെടലിന്റെ സൗന്ദര്യത്തെ മനുഷ്യർ മനസ്സിലാക്കുന്നത്. എല്ലാം മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, പടച്ചതമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയെ എന്ന് ഒരു ആഗതൻ വന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ മറുപടി ഇദ്ഖാലു സുറൂർ ഫീ ഖുലൂബിന്നാസ്, ജനഹൃദയങ്ങളിൽ സന്തോഷങ്ങളെ ഇദ്ഖാൽ, സന്നിവേശിപ്പിക്കലാണ്. ഒരാളെ മേക്ക് അതേഴ്സ് ഹാപ്പി, ഒരാളെ സന്തോഷിപ്പിക്കാൻ നിന്റെ മന്ദസ്മിതത്തിന് സാധ്യമായിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ സുഹൃതം ചെയ്തത് നീയാണ്. നിന്റെ അന്നമൂട്ടലിന് സാധ്യമായിട്ടുണ്ടെങ്കിൽ നീയാണ് ചെയ്തത്. എവിടെ ഇടപെടാത്തത്? അതാണ് അന്നം കൊടുപ്പിൻ പശിക്കെതിരാദ്യത്തെ അംഗം കുറിച്ചൊരവശ സംരക്ഷക. അംഗം കുറിക്കാൻ ഒരു രണവീര്യത്തോടുകൂടെ, ഒരു യോദ്ധാവിൻ്റെ ശൗര്യത്തോടുകൂടെ ഒരു മനുഷ്യൻ കടന്നു വരുന്നത് എന്തിനാണ്? അന്നം കൊടുപ്പിൻ പശിക്കെതിരെ, വിശപ്പിനെതിരെ. ഞാൻ വിശപ്പിൻ്റെ അന്തകനാണ്. അപ്പോൾ ഒരാളിങ്ങനെ ഔഫ് ഇബ്നു ജുഹ്ഫ എന്ന് പറയുന്ന സഹാബി, അക്കൽതുൽ ബുർറ വൽ ലഹം, ഞാൻ കുറച്ച് ഗോതമ്പവും കുറച്ച് മാംസവും സമ്മിശ്രമായിട്ട് ഭുജിച്ച് മൃഷ്ടാന്നം കുറച്ച് ഭക്ഷിച്ചു പോയി, എൻ്റെ വയറ് കുറച്ച് നിറഞ്ഞു. എന്നിട്ട് ആ ഒരു അവസ്ഥയോടുകൂടെ തന്നെ എൻ്റെ വയറ് ഉന്തിയിട്ട് ആ ഭക്ഷണത്തിൻ്റെ വീര്യം എൻ്റെ ശരീരഭാഷയിൽ പ്രകടമാകുന്ന മുറക്ക് വിശുദ്ധ നബിയുടെ സന്നിധിയിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഞാൻ ആർജവത്തോടു കൂടെ പറഞ്ഞു, അക്കൽതുൽ ബുർറ വൽ ലഹം, ഞാൻ ഗോതമ്പും അതുപോലെ തന്നെ മാംസവും ഭക്ഷിച്ചു. അവ ഭക്ഷിച്ചു എന്നതിൻ്റെ ആർജവമാണ് ആ സഹാബിയുടെ ഔഫ് ഇബ്നു ജുഹ്ഫ എന്ന അനുചരന്റെ ശരീരഭാഷയിൽ പ്രകടമായത് എന്ന് സന്ദർഭോചിതമായിട്ട് ബോധ്യപ്പെട്ട വിശുദ്ധ ഗുരു ഇടപെടുക. എന്തിനാണ് ഈ ധീരപരിവേഷം? കുറച്ച് ഭക്ഷണം സാധാരണ അളവിലും കൂടുതൽ കഴിച്ചു എന്നതിൻ്റെ പേരിലല്ലേ അങ്ങിപ്പോൾ ഈ ഉശിര് പ്രകടിപ്പിക്കുന്നത്? എന്നാൽ അങ്ങൊരു കാര്യം മനസ്സിലാക്കണം, ആ പഠിപ്പിച്ച ചാപ്റ്റർ നോക്കൂ നിങ്ങൾ. ഇവിടുന്ന് കൂടുതൽ മൃഷ്ടാന്നം ഭുജിച്ചവരാണ് സുദീർഘമായ പൈതാഹം പരലോകത്ത് അനുഭവിക്കേണ്ട വിധിയുള്ളവർ. അതിലെല്ലാം ഉണ്ട്. കാരണം ഇത് മറ്റൊരുത്തൻ അവകാശപ്പെട്ട അന്നത്തെ സാങ്കേതികമായി അപഹരിക്കലാണ്. കാരണം എന്താണ്? നമ്മൾ കുറച്ച് ഓവറായിട്ട് ഭക്ഷിച്ചു. ഇന്നിപ്പോൾ വിശപ്പ് വലിയൊരു ചർച്ചാ വിഷയം, ലോകാടിസ്ഥാനത്തിൽ ചൂടോടെ ചർച്ച ചെയ്യപ്പെടുന്ന ഗസയുടെ, ഖാൻ യൂനിസിൻ്റെ, ഫലസ്തീനിൻ്റെ പരിസര പ്രദേശങ്ങൾ വിശപ്പ് കൊണ്ട്, അതിൻ്റെ കൊടുമ കൊണ്ട് വീർപ്പ് മുട്ടുന്ന വളരെ ദുരിതപർവങ്ങൾ താണ്ടിക്കൊണ്ടിരിക്കുന്ന അസഹനീയമായൊരു വൃത്താന്തത്തിൻ്റെ ഇടയിലൂടെയാണ് വിശുദ്ധ ഗുരുവിൻ്റെ ഈ ഏറ്റവും മനോഹരമായ ഹദീസിനെ നമ്മൾ പരാമർശിക്കുന്നത്. ഡോക്ടർ ശ്രീകുമാറിൻ്റെ ഒരു കഥ ഈ അടുത്ത് വായിച്ചു. അതിലൊരു പെൺകുട്ടി, കുറേ കുട്ടികൾ സ്കൂളിലേക്ക് പോവാൻ, വിദ്യാലയത്തിലേക്ക് പോവാൻ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഴിയിൽ ഒരു വയോവൃദ്ധനായ, ജീവിതത്തിൻ്റെ ഏകദേശം അസ്തമയത്തെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം മാസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്, അതുകൊണ്ട് ശബ്ദം അകത്ത് നിന്ന് പുറത്തേക്ക് പൊങ്ങുന്നില്ല. അദ്ദേഹം ശരീരത്തിൽ കൈ ഇങ്ങനെ എടുത്തിട്ട് ആംഗ്യം കാണിക്കാൻ ഈ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളോട്, മക്കളെ വല്ലതും തരണേ എന്ന ആംഗ്യ ഭാഷ. പല കുട്ടികൾക്കും അത് ബോധിച്ചിട്ടും അവർ പരിഹസിച്ചു അദ്ദേഹത്തെ. പല കുട്ടികൾ ഊറിച്ചിരിച്ചു. പക്ഷെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ ആ ദൈന്യത ബോധ്യപ്പെട്ടപ്പോൾ, കണ്ണിൽ നിന്ന് കരളിലേക്ക് കനിവ് പടർന്നപ്പോൾ, അവളുടെ അമ്മ കൊടുത്തുവിട്ട ഉച്ചനേരത്ത് ഭക്ഷിക്കാനുള്ള ടിഫിൻ പാത്രത്തിലുള്ള ഉച്ചക്കത്തെ ചോറ് അവളുടെ സഞ്ചിയിൽ നിന്ന് പുറത്തേക്കെടുത്തിട്ട് ആ ചോറ്റുപാത്രത്തിൻ്റെ മൂടി തുറന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊടുക്കുക. നിങ്ങൾ ഭക്ഷിച്ചോ എന്ന മാത്രയിൽ അദ്ദേഹം ആർത്തിയോടുകൂടി അത് ഉണ്ണാൻ. നല്ല വെന്ത ചോറും മുളക് ചമ്മന്തിയും കുറച്ച് കറിയാണ് അതിനകത്തുള്ളത്. അദ്ദേഹം കഴിച്ചിട്ട് കുറച്ച് ബാക്കി വെക്കാൻ ഈ പെൺകുട്ടിക്ക് വേണ്ടി. അപ്പം ഈ മോള് പറയുന്നുണ്ട്, അങ്ങ് കഴിക്കുക, അങ്ങ് കഴിക്കുമ്പോഴാണ് എൻ്റെ വിശപ്പ് തീരുക, നിങ്ങൾ കഴിക്കുമ്പോൾ എൻ്റെ വിശപ്പ് തീരുമെന്ന് ആ പെൺകുട്ടി പറയാൻ. ഇവിടെ ഒരു
സ്നേഹമസൃണമായ ഒരു കടല്, അതിൻ്റെ തിരമാല ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. പരിശുദ്ധ പ്രവാചക തിരുമേനിയെ പറയുമ്പോൾ ആ കടലിൻ്റെ ഒരു അലമാല സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. ഹിജ്റ പോവാൻ എല്ലാവരെയും നേരത്തെ പറഞ്ഞേക്കുക, ഉമറെ അങ്ങ് പൊക്കോ, ബാക്കിയുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട്, മദീനയിൽ നേരത്തെ നിങ്ങൾ എത്തണം. അപ്പോൾ സിദ്ദീഖ് എന്ന് പറയുന്നൊരു മനുഷ്യൻ റളിയല്ലാഹു അൻഹു തിരശ്ശീലയുടെ പിറകിലേക്ക് മാറി നിൽക്കാൻ കാണുന്നവർക്ക് ആശങ്ക, എൻ്റെ ഇസ്ലാമിലെ ഏറ്റവും നിർണായകമായ ഒരു ഹിജ്റ പര്യടനത്തിന് സിദ്ദീഖ് പിന്തി നിൽക്കുന്നു എന്നെല്ലാവരും ആശങ്ക കൊള്ളുമ്പോൾ എല്ലാവരും പോവാൻ കാത്തിരിക്കുകയാണ്. ഈ മനുഷ്യൻ പോയി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തിരശ്ശീലയുടെ പിറകിൽ നിന്ന് വെളിമ്പ്രദേശത്തേക്ക് വന്നിട്ട് വിശുദ്ധ ഗുരുവിനെ കണ്ടിട്ട് സിദ്ദീഖ് തങ്ങൾ പറയുന്നുണ്ട്, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, നബിയെ, ഞാനിങ്ങനെ മനോഗതം ചെയ്ത് മനഃപൂർവ്വം മാറി നിന്നത് അങ്ങയുടെ കൂടെ സഹചാരിയായിട്ട് പോരാനാണ്. കൂടെ ചരിക്കുന്ന മനുഷ്യനാണല്ലോ സഹചാരി. അപ്പം അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, അതേ സിദ്ദീഖ്, ഞാൻ അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു. ഫബക, സിദ്ദീഖ് റളിയല്ലാഹുവിന് കരയാൻ. അവിടുത്തെ മകളായ പരിശുദ്ധ റസൂലുള്ളാഹിൻ്റെ സഹധർമ്മിണിയായ ആയിഷ ബീവി പറയാൻ, സന്തോഷം കൊണ്ട് എൻ്റെ ഉപ്പ നിയന്ത്രണം വിട്ട് കരയുന്നത് ചരിത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ദർശിക്കുന്നത്. സന്തോഷം കൊണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ കരയോ? സിദ്ദീഖ് തങ്ങൾ എന്ന് പറയുന്ന എൻ്റെ പിതാവിൻ്റെ സന്തോഷ അശ്രുക്കൾക്ക് ഇത്ര തീവ്രതയുണ്ടായിരുന്നു. കാരണം സുഹ്ബ, സഹാബി, സാഹിബ്, ഇദ് ഹുമാ ഫിൽ ഗാർ, ലേ, രണ്ടുപേരും നിൽക്കുമ്പോൾ ഒരു സ്വാഹിബ് മറ്റൊരു സ്വാഹിബിനോട് പറയാൻ, അസ്സുഹ്ബത, ചോദിച്ചു വാങ്ങിയ സൗഹൃദാൻ. ആ യാത്രയിലെ പരിശുദ്ധ പ്രവാചക തിരുമേനി ഇങ്ങനെ പോകുമ്പോൾ ദാഹം, ആ പരവശത, ദാഹത്തിൻ്റെ തീവ്രത ഉണ്ട്, കൊടുമയുണ്ട്. സിദ്ദീഖ് തങ്ങളോട് പറയുന്നുണ്ട്, സിദ്ദീഖ് ഒരേ വല്ലാണ്ട് ദാഹിക്കുന്നുണ്ട്. സമാനമായ ദാഹം സിദ്ദീഖ് റളിയല്ലാഹുവിനെ അലട്ടുന്നുണ്ട്. ഒരു വീട്ടിൽ കയറി ഒരു ഉമ്മായിയുടെ അടുക്കൽ വിഷയം പറഞ്ഞു. ഒട്ടകത്തിൻ്റെ കറന്നെടുത്ത ചുടുപാൽ ഒരു പാത്രത്തിൽ കൊടുത്തു, പുണ്യ നബിയോട് കുടിക്കാൻ പറഞ്ഞു. പരിശുദ്ധ പ്രവാചക തിരുമേനി കുടിച്ചു. സിദ്ദീഖ് തങ്ങളോട് ബാക്കി കുടിക്കാൻ പറഞ്ഞു. അപ്പോഴും നബിയെ മുന്തിച്ചു, അങ്ങ് കുടിക്കൂ നബിയെ. നബി തങ്ങൾ കുടിച്ചു, ഫർത്തവയിച്ചു. ആ മനുഷ്യൻ പറയുന്നൊരു വാക്ക്, ഹബീബ് കുടിച്ചു, എൻ്റെ ദാഹം തീർന്നു. ഇതൊരു ഭാഷയോ ഒരു സംസ്കാരമല്ല, ഇതൊരു മൂവ്മെൻ്റാണ്. എനിക്ക് ആ ഒരു കാര്യമാണ്. ഈ പെൺകുട്ടി ഈ വൃദ്ധനായ മനുഷ്യൻ്റെ മുമ്പിൽ ചോറ്റുപാത്രത്തിൻ്റെ അടപ്പ് തുറന്നിട്ട് ഭക്ഷിച്ചോ, കുറച്ച് ബാക്കി വെച്ചു, മോളെ നീ കഴിച്ചോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് ഈ പെൺകുട്ടി മറുത്തൊരു വാക്കുച്ചരിക്കാൻ, അത് കഴിക്കൂ, അങ്ങ് കഴിക്കുമ്പോഴാണ് എൻ്റെ വയറ് നിറയാൻ. അവൾ പിന്നെ ശൂന്യമായ ചോറ്റുപാത്രം ഇട്ട് സ്കൂളിലേക്ക് പോയി. സ്കൂളിലെത്തുമ്പോൾ 10 മിനിറ്റ് വൈകിയിട്ടുണ്ട്. ടീച്ചറുടെ ശകാരം കേൾക്കുന്നുണ്ട്. അന്ന് കുറേ പീരീഡുകൾ കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കിന് വേണ്ടിയിട്ട് നീണ്ട ബെല്ലടിക്കുമ്പോൾ എല്ലാ കുട്ടികളും ആർത്തിയോടെ അവരവരുടെ അമ്മമാർ കൊടുത്തുവിട്ട ചോറ്റുപാത്രത്തെ തുറക്കാൻ പോകുമ്പോൾ ആദ്യമേ കാലിയായി പോയ ഈ പെൺകുട്ടിയുടെ ചോറ്റുപാത്രം ഇനി എന്ത് പ്രതീക്ഷിച്ച് തുറക്കാനാണ്? ആ ഉച്ച നേരം കടന്നു പോവാൻ ഈ പെൺകുട്ടിക്ക് കൊടുത്ത ഒരു ആത്മധൈര്യത്തിൻ്റെ പേരാണ് ആർദ്രത. അതെവിടെ നിന്ന് ജനിച്ചതാണ്? ഇതാണ് വിശുദ്ധ ഗുരുവിനെ ഒരു ജനത കാണുന്നത്. ഈ ആർദ്രതയില്ലായിരുന്നുവെങ്കിൽ അങ്ങയുടെ ചുറ്റുവട്ടങ്ങളിൽ ആള് കുറഞ്ഞേനെ. പക്ഷേ പെരുകി അത് അതിൻ്റെ അനന്ത വിസ്തൃതിയിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, വിശക്കുന്നവൻ്റെ കൂടെ നിൽക്കുന്നവനാണ് എൻ്റെ പോരാട്ടത്തിൻ്റെ വാഹക സംഘത്തിൻ്റെ ഉടമ എന്ന് വിശുദ്ധ ഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഇറാനിലെ ഒരു കഥയുണ്ടായിരുന്നു, ചിൽഡ്രൻ ഓഫ് ഹെവൻ, സ്വർഗത്തിലെ കുട്ടി. ആ കഥയിൽ ഒരു കഥാപാത്രം ഒരു കൊച്ചു ആങ്ങളക്കുട്ടിയാണ്. അവിടെ ഒരു ഓട്ട മത്സരം നടക്കുകയാണ്. 2ാം സ്ഥാനത്തിന് വേണ്ടി -ഡിഗ്രിയിലേക്ക് താഴ്ന്നുപോയ തണുപ്പിൻ്റെ കാഠിന്യത്തിലും ഇവൻ തീവ്രമായി പരിശീലിക്കാൻ 2ാം സ്ഥാനം കിട്ടണമെന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പം എൻ്റെ സഹപാഠികൾ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് ഓട്ട മത്സരത്തിൽ 2ാം സ്ഥാനം കിട്ടണം എന്നൊരു കണിശത, ഒരു ശാഠ്യം? അതിന് ഈ കുട്ടി മറുപടി പറയുന്നത്, 2ാം സ്ഥാനക്കാരന് കിട്ടുന്ന പാരിതോഷികം ഷൂ ആണ്, കാലിൽ ധരിക്കാനുള്ള പാതുകമാണ്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളുട്ടിക്ക് കൊടുക്കാനാണ്, അവൾ ഇതുവരെ ചെരുപ്പ് ധരിച്ചിട്ടില്ല. ആർദ്രമായ ചില സമീപനങ്ങൾ ചില നിലപാടുകളായി മാറാറുണ്ട്.
മദീന പിൽക്കാലത്തൊരു മൂവ്മെൻ്റായി മാറുക. ഈ കഴിഞ്ഞ റമദാനിൽ മദീനയിൽ പോയി ഒരു ഇഫ്താർ പരിപാടിയിൽ മദീന മുനവ്വറയുടെ മനോഹരമായ ആ കാർപ്പറ്റ് വിരിച്ച സ്ഥലത്തെ ശാന്തതയ്ക്കിടയിൽ പോയിരിക്കുമ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടുപോയൊരു കാഴ്ചയാണ്. അതാണ് മദീന ഒരു മൂവ്മെൻ്റ് ആകുന്നത്. ഒരു വാപ്പയും ഒരു മോനും, ഫ്ലാസ്ക് ഉണ്ട്, ബാഗ് ഉണ്ട്, ബാഗിൽ കുറേ ഫ്ലാസ്കുകളുണ്ട്, നല്ല സുക്കരി ഈത്തപ്പഴങ്ങളുണ്ട്, ഗഹ്വ ഇങ്ങനെ ഒഴിച്ച് സുപ്ര ഇങ്ങനെ വിരിച്ച് ബാപ്പയെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്, മകൻ ഇത് വിരിക്കുന്നുണ്ട്. എന്നിട്ടോ എല്ലാം വിരിച്ച് വാങ്ങ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും കയ്യിലേക്ക് ഗ്ലാസ്സുകൾ കൊടുത്തിട്ട് ബാപ്പാന്റെ കയ്യിൽ നിന്ന് ഫ്ലാസ്ക് വാങ്ങിയിട്ട് പിതാവ് പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ട് ഈ ചെറിയ കുട്ടി മദീനയിൽ ഒരാതിഥ്യ മര്യാദയുടെ മഹാസാഗരം തീർക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ഒരു പിതാവ് കമനീയമായിട്ട് തൻ്റെ പുത്രനിലേക്ക് കൈമാറിയ മാറ്റുരക്കപ്പെടാൻ സാധ്യമാകാത്തൊരു സംസ്കൃതി മദീന വീണ്ടും പൂക്കുകയാണ്. അതിലെ കുസുമങ്ങളെ വീണ്ടും നമ്മൾ കാണുകയാണ്. ഈ കുട്ടി ഇനി ലോകത്ത് എത്ര വലിയ രാജ്യാന്തര യാത്ര നടത്തിയാലും ഈ ശൈശവദശയിൽ പിതാവ് തൻ്റെ മസ്തകത്തിൽ കോറിയിട്ട് കൊടുത്തിരിക്കുന്ന ഈ സംസ്കൃതിയെ അത്ര പെട്ടെന്നൊന്നും മായ്ച്ചു കളയാൻ ആ കുട്ടിക്ക് കഴിയൂല. അതുകൊണ്ടാണ് അതൊരു നാഗരികതയായി രൂപപ്പെട്ടത്. ഇന്ന ഇബ്രാഹീമ ഹറമ മക്ക വ ഇന്നി ഉഹർരിമു മാ ബൈന ലാബതൈഹാ ഇനി ലാ യുഖതഉ ശജറുഹാ വലാ യുഹദതു ഫീഹാ ഹദസ്. മറ്റൊരു സ്ഥലത്ത് പറയാൻ ഉമിർതു ബിഖറിയത്തിൻ തഅകുലുൽ ഖുറാ യഖൂലൂന യസ്രിബ് വഹിയൽ മദീന. എന്താ മദീനയുടെ പ്രത്യേകത? ഞാൻ എന്തിനാ മദീനയെ തേടി വന്നത്? തംഫിന്നാസ് കമാ തംഫിൽ കീർ ഖബതൽ ഹദീദ്. ഇത് ജനങ്ങളെ സ്ഫുടീകരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഒരു സ്ഫുടീകരണ പ്രക്രിയയുടെ ഫാക്ടറിയായി മദീന ഇങ്ങനെ വർത്തിക്കുകയാണ് എന്നല്ലേ ഇപ്പം അവിടുത്തെ സ്വഭാവം നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് അങ്ങൊരു സ്വഭാവമാണ്, പ്രകൃതമാണ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ആമുഖത്തിൽ പറഞ്ഞു, അല്ലദീ കാന മുതവാസിലൽ അഹ്സാൻ ദായിമൽ ഫിക്ര അല്ലേ. എന്താ ഈ മുതവാസിലുൽ അഹ്സാൻ എന്ന് പറയുന്നത്? അട്ടിയിലട്ടിയിലിരുളിരുളിന്മേൽ കട്ട പിടിച്ചൊരു പാതാളം, ഇല്ലൊരു തൈജസ കീടം കൂടിയും എല്ലാം ഇരുളാണിരുൾ മാത്രം എന്ന് പണ്ട് ചെങ്ങമ്പുഴ പാടിയ പോലെ ഒന്നിനു മുകളിൽ മറ്റൊന്നായി ഒരു തിരക്ക് ശേഷം മറുതിര എന്ന പോലെ കടന്നു വരുന്ന അനവരതം പ്രത്യക്ഷപ്പെടുന്ന അസംഖ്യം പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ. അതിനെ ക്ഷമ കൊണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ തൃണവൽക്കരിക്കാൻ, ക്ഷമ ഒരു വല്ലാത്ത വജ്രായുധമായി മാറാൻ. ഇപ്പോഴത്തെ സുഹൃത്ത് മുനീർ ഹുദവി ഫേസ്ബുക്കിലിട്ടു, ശിഹാബ് തങ്ങളെ മിനിയാന്ന് നമ്മളെല്ലാവരും ഓർത്തു. തങ്ങൾ ഓർമ്മയുടെ 16 ആണ്ടിൻ്റെ നിറവിലായിരുന്നു തങ്ങൾ നമ്മിലേക്ക് വീണ്ടും തേട്ടി വന്നത്. ഒരു മന്ദസമീരനെ പോലെ തങ്ങളിങ്ങനെ തഴുകിത്തലോടി വീണ്ടും പോയി. തങ്ങളും കൈതപ്രം ദാമോദരം നമ്പൂതിരിയും തമ്മിൽ സമ്പർക്കത്തിൽ ഒരു സൗഹൃദ സംഭാഷണം നടക്കുന്നതാണ് ഈ രംഗവേദി. അപ്പോൾ തങ്ങൾ കൈതപ്രത്തോട് ചോദിക്കുന്നുണ്ട്, കൈതപ്രം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട ശിഹാബ് തങ്ങളെ, അങ്ങയുടെ മതത്തിൻ്റെ വേദഗ്രന്ഥത്തിൽ അങ്ങേക്ക് ഹൃദയസ്പൃക്കായി തോന്നിയ ഖുർആനിക സൂക്തം അതേതാണ്? ഒരു ചിന്തക്ക് പോലും ഇടം കൊടുക്കാതെ തങ്ങൾ എന്നോ തയ്യാറായി എന്ന മട്ടിൽ കൈതപ്രത്തിന് മൊഴിഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അപ്പം അതിൻ്റെ സാരം കൈതപ്രം ചോദിക്കുന്നുണ്ട്. അപ്പം തങ്ങൾ വളരെ ലളിതമായ തങ്ങളുടെ പ്രകൃതം പോലെയുള്ള ലാളിത്യത്തിൽ മറുപടി മൊഴിയുന്നുണ്ട്, അള്ളാഹു സഹനശീലരുടെ കൂടെയാണ്. നോക്കൂ നിങ്ങൾ, ക്ഷമായുധം കൊണ്ടരിശത്തെ വെൽകയാം സുമാനുഷർക്കുറ്റ ജയം ജഗത്തിതിൽ കരൾക്കകമ്മേവിന ശാന്തി ലക്ഷ്മിതൻ കരസ്ഥ കേളി മുകുരം തദാനനം വിരിഞ്ഞതിങ്കൽ ശിവനെ ചുവന്ന കല്ലരച്ചു തേച്ചാനൊരമർഷ മർക്കടൻ പരാർത്ഥ്യമാമപ്പുതു സുപ്ത സത്വക സ്വരാഢ്യമാഹമ്മദ വേദഗീതിയാൽ സ്ഥിരാതരാൽ വീർപ്പു മടക്കി നിന്നഹോ മരാമരം പോലെ സമീരനും തഥാ എന്ന് ഇതേ ചരിത്രത്തെ ഓർത്തിട്ട് വള്ളത്തോൾ നാരായണ മേനോൻ, നമ്മുടെ വെളിപ്പാട് അകലെയുള്ള വള്ളത്തോൾ, മലയാളത്തിൽ തൻ്റെ കവനചാരുത കൊണ്ട് എഴുതി വച്ചിട്ടുണ്ട്. ആരാണ്? ക്ഷമായുധം കൊണ്ട് അരിശത്തെ വെൽകയാം സുമാനുഷർക്കുറ്റ ജയം ജഗത്തിരിൽ. ക്ഷമയാകുന്ന
പടവാള് കൊണ്ട് അരിശമാകുന്ന ശത്രുവിനെ വെല്ലാൻ ആർക്കാണോ സുമാനുഷർ, അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാർക്ക് സുമാനുഷർ കുറ്റ ജയം ജഗത്തിതിൽ, അങ്ങനെയുള്ളവരെ ജയിച്ചിട്ടുള്ളൂ. എന്നിട്ട് ശിഹാബ്ദങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, മൗനിയാകാനാണ് ഏറ്റവും കൂടുതൽ ശക്തി വേണ്ടത്. അതാണ് ഇന്നല്ലാഹു മഅസ് സ്വാബിരീൻ. ഇന്ന് പെട്ടെന്ന് പട്ടം നൂൽ പൊട്ടിപ്പോകുന്ന പട്ടങ്ങളായി നമ്മൾ മാറാൻ, അല്ലേ? അലഞ്ഞു തിരിയുന്ന പ്രേതങ്ങളെ പോലെ മനുഷ്യനായി മാറാൻ. ക്ഷിപ്രകോപി എന്നൊക്കെ പറയില്ലേ മലയാള ഭാഷയിൽ? അങ്ങനെ കുറേ പ്രയോഗമല്ലേ? അവൻ്റെ ശുണ്ഠി മൂക്കത്താണ് എന്ന് പറയാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്ന, മീശക്ക് വാശിക്ക് മീശ മുളച്ച ആളാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എത്ര കൃത്യമായിട്ടാണ് മുതവാസിലുൽ അഹ്സാൻ, അടിക്കടി ദുഃഖം, അടിക്കടി പ്രകോപനം. എന്നിട്ടൊരു മനുഷ്യന് സുസ്മേര വദനനാവാൻ കഴിയണമെങ്കിൽ ആ മനുഷ്യന്റെ ശക്തി എത്രയാണ്? ലൈസ ശദീദു ബിസ്സുറ. ആരാ? മല്ലൻ. മൽപിടുത്തം കൊണ്ട്, അയോധന കലകളിലെ പരിശീലനം കൊണ്ട്, അല്ലെങ്കിൽ ആയുധങ്ങളെ കൊണ്ട്, ദന്തയുദ്ധങ്ങളെ കൊണ്ട്, കായികക്ഷമത കൊണ്ട്, ആരോഗ്യ ദൃഢഗാത്രൻ കളരിയിൽ പയറ്റി തെളിയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അനന്തരഫലമല്ല ശക്തി. വലാകിന്ന ശദീദ് മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. അല്ലേ? തീവ്രമായ ദേഷ്യത്തിന്റെ പരകോടിയിലെത്തുമ്പോഴും മന്ദഹാസം തൂകാൻ ഒരാൾക്ക് കഴിയുക. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. ആരാണത്? ചെറുപ്പത്തിലെ പിതാവിനെ കാണാത്തൊരു അനാഥൻ, 6-ാം വയസ്സിൽ മാതാവ് വിട പറയുന്ന വേപധു, ദുഃഖം, വിരക നൊമ്പരം മനസ്സിലിങ്ങനെ അലട്ട്. ആ അനാഥനായ ബാലന് പിന്നെ കാണാൻ പറ്റുന്ന എന്തൊക്കെയാണ്? വഹയിന്റെ ഭാരം കൊണ്ട് വിറക്കാൻ, ത്വായിഫിൽ നിന്ന് കല്ലെറിയപ്പെടുകയാണ്, മക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെടുകയാണ്, മംനൂഅൻ മിൻ ദുഖൂലി മക്ക മർജൂമൻ ഫി ത്വായിഫ് മുതആമിറൻ അലൈഹി ലിയുഖ്തൽ. അല്ലേ? കൊല ചെയ്യപ്പെടാൻ വേണ്ടി ഗൂഢാലോചന നടത്തപ്പെടുകയാണ്. അബുൽ ഹക്കം എന്ന അവർക്കിടയിൽ വലിയ ഓമന പേരുള്ള അബൂജഹൽ ഒരു ദിവസം പറയാണ്, മുഹമ്മദിനെ കൊല ചെയ്യണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് മുഹമ്മദിനെ നമുക്ക് വരുത്തുമ്പോൾ എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ നമുക്ക് ചതിക്കിണർ നിർമ്മിക്കാം, ഭീമാകാരമായ ഗർത്തം. എന്നിട്ട് അതിൻ്റെ ഉപരിതലം കിണറാണ് എന്ന് ബോധ്യപ്പെടുത്താത്ത പുല്ലുകൊണ്ട്, അതുപോലെ തന്നെ പച്ചപ്പ് കൊണ്ട് നമുക്ക് മൂടാം. അപ്പൊ സാധാരണ ഭൂമിയുടെ ഉപരിതലമാണ് എന്ന് വിചാരിച്ച് മുഹമ്മദ് നടന്നു വരും. ആ ചതിക്കുഴിയിൽ മുഹമ്മദ് വീഴുമ്പോ നമ്മൾ കല്ലെടുത്ത് എറിഞ്ഞ് ആളെ കൊലപ്പെടുത്തും. നഅൂദുബില്ലാഹ്. അപ്പോ അബൂജഹലിനോട് ആളുകൾ ചോദിച്ചു, അനുയായികൾ, യാ അബൽ ഹകം, അങ്ങ് മുഹമ്മദിന്റെ ശത്രു, മുഹമ്മദ് അങ്ങയുടെ ശത്രു എങ്ങനെ ശത്രുവിന്റെ വീട്ടിലേക്ക് വിരുന്നു വരും? അതിന് അബൂജഹൽ കൊടുത്ത മറുപടി, ഉപായം, ഞാൻ രോഗിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ 3 ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. അപ്പൊ മുഹമ്മദ് എന്നെ തിരക്കും. അയിന അബുൽ ഹക്കം, എവിടെയാ അബുൽ ഹക്കം? അപ്പൊ നിങ്ങൾ പറയാ രോഗിയാണ് എന്ന് കേട്ടാൽ മുഹമ്മദിനൊരു പ്രകൃതമുണ്ട്, അത് നമ്മളും അംഗീകരിക്കേണ്ട. എന്നിട്ട് അബൂജഹൽ തൻ്റെ പക്ഷത്തോട് പറയാണ്, ശത്രുവായാലും മിത്രമായാലും ഒരാൾ രോഗിയാണ് എന്നറിഞ്ഞാൽ മുഹമ്മദിൻ്റെ ശീലം അയാളെ വീട്ടിലെത്തി ഗൃഹ സന്ദർശനം നടത്തലാണ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ മതി, മുഹമ്മദ് വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, കൊല ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നിഗൂഢമായി തിരശ്ശീലക്ക് പിന്നിൽ നിന്ന് തിരക്കഥ തയ്യാറാക്കുമ്പോഴും അവർക്കുള്ള ഉപായത്തിൽ വിശുദ്ധ നബിയുടെ സവിശേഷമായ ഗുണം കടന്നു വരികയാണ്. അതൊരു മനുഷ്യന്റെ ജയമല്ലേ? അതൊരു മനുഷ്യന്റെ ജയമല്ലേ? ആ സഹനം തീവ്രമായി അടിക്കടി ഇങ്ങനെയൊക്കെ വന്നിട്ടും വിശുദ്ധ ഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു നിൽക്കാൻ. അതാണ് അങ്ങയുടെ ആ ഒരു ആർദ്രമായ സ്വഭാവത്തിൻ്റെ കമനീയത ലോകത്തിന് വലിയ മാതൃകയാണ്. ഉഹദ് യുദ്ധത്തിൽ നെറ്റിത്തടത്തിൽ നിന്ന്, ചുണ്ടിൽ നിന്ന് ചോര പൊടിയാൻ, ക്ഷമിക്കാൻ, സഹിക്കാൻ, മന്ദഹാസം തൂകാൻ, എന്നിട്ട് നിങ്ങൾ അങ്ങനെയാകണം എന്നൊരു ജനതയോട് പറയാൻ, അവരെ ഇങ്ങനെ പതിയെ പാകപ്പെടുത്തി എടുക്കുകയാണ്. അപ്പോൾ എല്ലാത്തിലും ഉണ്ടായിരുന്നു. സഹാബ പഠിച്ചു വരാൻ. ആ സർവകലാശാലയിൽ നിന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ബാലപാഠങ്ങളാണ് സഹാബ പഠിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്യുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ?
അന്യായമായിട്ട് കുലമഹിമയുടെ പേര് പറഞ്ഞ് മേൽവിലാസത്തിൻ്റെ പേര് പറഞ്ഞ് പരസ്പരം ഷണ്ട കൂടിയപ്പോൾ, സംഘട്ടനത്തിൽ ഏർപ്പെട്ടപ്പോൾ ആശാസ്യമല്ലാത്ത വാക്കുകൾ, ശ്ലീലമല്ലാത്ത പദങ്ങൾ പ്രയോഗിച്ചപ്പോൾ സ്വന്തം സമൂഹത്തെ മാന്യമായ പദങ്ങൾ പ്രയോഗിക്കാൻ പ്രവാചക തിരുമേനി പാകപ്പെടുത്തുകയാണ്. എല്ലാ സ്ഥലത്തും അതുണ്ടായില്ലേ? എല്ലാ സ്ഥലത്തും ആരെയും നിങ്ങൾ ബോഡി ഷെയ്മിങ് നടത്തരുത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു കാല് വണ്ണം കുറഞ്ഞ ഒരു സഹാബിയായിരുന്നു. അപ്പോഴാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ ഒരു അറാഖിൻ്റെ കഷ്ണം പൊട്ടിക്കാൻ ബലിഷ്ഠമായ അറാഖിൻ്റെ മരത്തിലേക്ക് കയറിയത്. അങ്ങനെ കയറി 2 കൈകളെ കൊണ്ട് അതിൻ്റെ ശിഖരം ബലാത്കാരമായി പിടിക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളുടെ ഈ ലോലമായ പാദാരവിന്ദങ്ങൾ, ഈ കാലാകുന്ന മനോഹരമായ അരവിന്ദം അതിങ്ങനെ ആടാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രാഥമികമായ പാഠശാലയിലെ വിജ്ഞാനങ്ങൾ നുകർന്നു വരുന്നേ ഉള്ളൂ സഹാബ. കുറച്ചാളുകൾ ചിരിച്ചു. ആ ചിരി കേട്ടപ്പോഴേക്ക് വിശുദ്ധ ഗുരുവിൻ്റെ കണ്ണുകൾ തീക്കട്ട ജ്വലിക്കും പോലെ ജ്വലിക്കുന്നു. കവിള് വിവർണമാകുന്നു, ശബ്ദം ഇടറുന്നു, സ്വരം വിഭിന്നമാകുന്നു. ആരാടാ ചിരിച്ചത്? ചോദ്യശരങ്ങളാണ്. എൻ്റെ ഇബ്നു മസ്ഊദിൻ്റെ വണ്ണം കുറഞ്ഞ കാല് കണ്ടിട്ടാണ് ഈ ഊറി ചിരിച്ചത് എങ്കിൽ ഒരു കാര്യം മുഹമ്മദിന് പറയാറുണ്ട്. എന്താണ്? എൻ്റെ ഇബ്നു മസ്ഊദിൻ്റെ വണ്ണം കുറഞ്ഞ കാല് നാളെ ഹിസാബ് നടക്കുന്ന മഹ്ശറയിലെ മീസാൻ എന്ന തുലാസിൻ്റെ ഒരു തട്ടിലും നിങ്ങളുടെ പാർശ്വഭാഗത്തുള്ള ഉഹദ് പർവ്വതം മറുതട്ടിലും വെച്ചാൽ അസ്ഖലു മിൻ ജബലി ഉഹദ്, ഉഹദ് മലയേക്കാൾ ഭാരം പുണ്യത്തിൻ്റെ കാര്യത്തിൽ ഇബ്നു മസ്ഊദിൻ്റെ നിങ്ങൾ നോക്കി ചിരിച്ച ഈ പാദത്തിനാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. മൗനികളാകാൻ, സഹാബ മൗനികളാകാൻ. ഭിന്നശേഷിക്കാരനോടുള്ള സമീപനത്തിൻ്റെ പുതിയൊരു ചാപ്റ്റർ അവർ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് സൂക്ഷ്മതയാണ്, പിന്നെ അങ്ങോട്ട് അവർക്കുള്ള മ്ലാനതയാണ്. അവർ ചെയ്തു പോയതിൻ്റെ പേരിലുള്ള പരിവേദനങ്ങളാണ്, ദുഃഖമാണ്, സങ്കടമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ മനസ്സിലേക്ക് ഇറങ്ങും വിധം അല്ലേ, പിന്നെ അതവിടെ ആവർത്തിക്കപ്പെടുന്നില്ല. പിന്നെ ഭിന്നശേഷിക്കാരനെ പറ്റി വാചാലനായി അവിടുത്തെ വാക്ക് സ്മൃതികളെ, വാക്ക് ധോരണികളെ സ്വഹാബങ്ങനെ പറിച്ചെടുത്തപ്പോൾ ഒരാൾ പിന്നെ ചോദിക്കുകയാണ്, പുണ്യനബിയെ, ഭിന്നശേഷിക്കാരന് പരലോകത്ത് അള്ളാഹു ഇത്രയും വലിയ പുണ്യം കൊടുക്കുമെന്ന് ഇപ്പോഴാ ബോധ്യപ്പെട്ടത്. ഞങ്ങൾക്ക് ആയുധം എടുത്തിട്ട് കൈകാലുകൾക്ക് സാരമായി മുറിവേൽപ്പിച്ചിട്ട് ഇനി ഭിന്നശേഷിക്കാരനാവാനുള്ള അവസരമുണ്ടോ എന്ന ചോദ്യം ഉയരുന്നത് വരെ ഒരു മനുഷ്യൻ്റെ പ്രഭാഷണ ഘോഷം അവിടെ അലതല്ലുകയാണ്. അതൊരു സഹാബ് ഏറ്റെടുക്കുക. ഒരാൾ ഇങ്ങനെ ചോദിക്കണമെങ്കിൽ ആ പ്രബോധനത്തിൻ്റെ സ്വാധീനം എത്ര തീവ്രമാകണം നമ്മൾ ചിന്തിച്ചോക്ക്. അവിടെ ആയുധെടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വഭാവം ഒരു പ്രബോധനമാണെന്ന് പറയാൻ കാരണം. സ്വഭാവം പോകുന്ന വഴിയിലൊക്കെ ആ സ്മേരത്തിൻ്റെ പുഞ്ചിരിയുടെ പൂക്കളെങ്ങനെ വിതറുകയാണ്, മറ്റുള്ളവനെ അതിങ്ങനെ എടുക്കുകയാണ്. ആഴ്മ, കണ്ണിന് കാഴ്ചയില്ലാത്തവനെ ബസീർ, ഉൾക്കാഴ്ചയുള്ളവൻ എന്നവർ വിളിക്കുകയാണ്. ആഴ്വർ, കോങ്കണ്ണുള്ള മനുഷ്യനെ കരീമൽ ഐൻ എന്ന അറബികൾ വിളിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, സംസ്കാരത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ പിന്നിട്ട് ഒരു ജനത ഇങ്ങനെ മോൾഡ് ചെയ്യപ്പെടുകയാണ്. സ്വഹാബ് അത് കാണുകയാണ്. ഇതാണ് വിസ്തൃതമായ അധ്യാപനം. ലോകത്തെ ഏറ്റവും സമ്പന്നമായ അധ്യാപനമല്ലത്. കറുത്തവൻ എന്നില്ല, വെളുത്തവൻ എന്നില്ല. കാഷ്യസ് ക്ലേയുടെ പൂമ്പാറ്റയുടെ ആത്മാവ് എന്ന് പറയുന്ന മുഹമ്മദ് അലി ക്ലേയുടെ ആത്മകഥയുണ്ട്. ലൂയിസ് വില്ലയിൽ അദ്ദേഹം ചെലവിട്ട ബാല്യകാലം അതിലൊരു പ്രധാന ഭാഗമാണ്. വായിക്കുന്നവരെ പുളകം കൊള്ളിപ്പിക്കുന്ന, ഹൃദ്യമായിരിക്കുന്ന ഒരു ഭാഗമാണ്. ലൂയിസ് വില്ലയിൽ അദ്ദേഹം ജനിച്ചു വളർന്ന നേരത്ത് വർണ്ണവെറിയുടെ ആഭാസങ്ങളിങ്ങനെ പെരുമ്പറ മുഴക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ ഗ്രാമാന്തരങ്ങളിൽ അസ്വാസ്ഥ്യങ്ങൾ അതിൽ പീലി വിടർത്തി പുറത്തേക്ക് പരന്നൊഴുകുന്നുണ്ട്. അതിൽ അദ്ദേഹം അറിയാതെ സ്മരിച്ചു പോകുന്നുണ്ട് ലോക ജനതയുടെ മുമ്പിലെ സമത്വത്തിന് വേണ്ടി ശബ്ദിച്ചുപോയ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ദൗത്യങ്ങൾ. അങ്ങനെ പ്രവർത്തിക്കാൻ നമ്മൾ ഈ എണ്ണയിട്ട യന്ത്രം എന്നൊക്കെ പറയാറില്ലേ? യന്ത്രത്തിന് എണ്ണയിട്ട് കഴിഞ്ഞാൽ അപശബ്ദങ്ങൾ കേൾക്കൂല, പിന്നെ അതിന് പ്രവർത്തിക്കാൻ നല്ല സുഖം ഉണ്ടാവുന്നതാണ്. ആയിഷ ബീവി പറയാ,
അവിടുത്തെ വീട്ടിൽ പോലും അവിശ്രമം, അങ്ങനെ ഒരു വാക്ക്, ഒരു ഭാഷ അല്ലേ, വിശ്രമമില്ല. സർക്കാർ സർവീസിൽ 30 കൊല്ലം സേവനം ചെയ്തൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഈ അടുത്ത് 1-ാമത്തെ കൊല്ലം മാത്രം എനിക്ക് പുതുമയുണ്ടായത്, ബാക്കി 29 വർഷവും ആ 1-ാം കൊല്ലത്തിന്റെ കാർബൺ കോപ്പിയായിരുന്നു. അങ്ങനെ ജീവിതം ആവർത്തന വിരസതയാകുന്നൊരു ലോകത്താണ് ആവർത്തനങ്ങൾ വിരസമല്ല സരസമാണ് എന്ന് അവിടുന്ന് ബോധ്യപ്പെടുത്തിയത്. സൂറത്തുർ റഹ്മാനിൽ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന ഒറ്റ സൂക്തം 30-ൽ പരം പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യത്തെ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ പൂർവോപരി സുരുചിരമായിട്ട് അനുഭവപ്പെടുകയാണ് വായനക്കാരന്, പാരായണം ചെയ്യുന്ന പാരംഗതന്. എന്തേ? അത് വിശുദ്ധ ഖുർആനിന്റെ സൗന്ദര്യമാണ്, സൗരഭ്യമാണ്. അങ്ങനെ ഓരോന്നിലും പുതുമയെ കൊണ്ടുവന്ന് അതിനെങ്ങനെ അടർത്തിയെടുത്തിട്ട് ലോകത്തെ പഠിപ്പിക്കുകയാണ്. ആ വിശുദ്ധ നബിയെ കണ്ട ആയിഷ ബീവി, അതാണ് സ്വഭാവത്തെ പറ്റി പറഞ്ഞല്ലോ, വകാന ഖുലുഖുൽ ഖുർആൻ അല്ലേ, ഖുർആൻ അവിടുത്തെ സ്വഭാവമാകുന്ന വിധം ആയിഷ ബീവി പിന്നെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതിൽ പിന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. സഹാബ അതിന്റെ പിറകെ പോകാൻ അപഗ്രഥനം ചെയ്തിട്ട് അവിടുത്തെ വീട്ടിലും പുറത്തും വെളിയിലും അവിടുന്ന് വെറുതെ ഇരുന്നിട്ടില്ല. അപ്പൊ അവിശ്രമമാണ് അവിടുത്തെ പോരാട്ടം, അവിശ്രമമാണ്. ഇപ്പൊ അടുത്താണ് പത്രദ്വാര VS അച്യുതാനന്ദൻ ദിവംഗതനായതിന്റെ ശേഷം വന്ന അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായ ഒരു ഫീച്ചറിൽ 82-ാമത്തെ വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഒരു മനുഷ്യനിങ്ങനെ കയറി വരുമ്പോൾ 82 വയസ്സ് എന്നൊക്കെ സാമാന്യം നമ്മളെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എങ്ങനെയാ? വാപ്പാക്ക് 82 വയസ്സായി എന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുമ്പോൾ അതിലൊരുപാട് അർത്ഥതലങ്ങളുണ്ട്. എന്താണ്? അവശനായി, ശയ്യാവലംബിയായി എന്നൊക്കെയാണ് ആ ഭാഷയുടെ താല്പര്യം. ആ ഒരു പ്രായത്തിലാണ് VS കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് കയറി വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പ്രായാധിക്യം വലിയൊരു ചർച്ചയായി. അദ്ദേഹത്തെ ആ പദവിയിൽ നിർത്താൻ പറ്റൂല എന്ന ചർച്ച വന്നപ്പോഴാണ് TS തിരുമുമ്പ് എന്ന് പറയുന്ന കവിയുടെ കവിത അദ്ദേഹം അവിടെ പരാമർശിച്ചത്. തലനരക്കുന്നതല്ലൻ വൃദ്ധത്വം, തലനരക്കാത്തതല്ലൻ യുവത്വം, കൊടിയ ദുഷ്പ്രഭുത്വത്തിന്റെ മുമ്പിൽ തല കുനിക്കാത്തതാണൻ യുവത്വം എന്ന് TS തിരുമുമ്പിന്റെ കവിത അവിടെ എടുത്തിട്ട് മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. ഞാനിത് ആനുഷംഗികമായിട്ട് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യാൻ കാരണം എന്ന പരിശുദ്ധ പ്രവാചക തിരുമേനിയെ പറ്റിയിട്ടുള്ള വചനത്തിന്റെ പിറകിലാണ്. അവിടുന്ന് വിശ്രമിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ആടിനെ കറക്കുന്നുണ്ട്, വീട് വൃത്തിയാക്കുന്നുണ്ട്, പാവപ്പെട്ടവന്റെ ശബ്ദമാവുക, പാവപ്പെട്ടവന്റെ സഹചാരിയാവുക, വിശപ്പിന്റെ കൂടെ നിൽക്കുക, വിശപ്പ് അനുഭവിക്കുന്നവന്റെ ശബ്ദമാവുക അല്ലെ. വിശപ്പ് അനുഭവിക്കുന്നവന്റെ ശബ്ദം, ഗസക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കുമ്പോൾ ലോകത്ത് എന്ത് മാറ്റൊലിയാ മുഴങ്ങുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ സ്വത്വബോധത്തോട് ഇടക്കിടക്ക് ചോദിക്കും. അതിന് നമ്മൾ തന്നെ നമ്മളോട് പറയേണ്ട മറുപടി എന്താ? അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂം എന്ന് പറയുന്ന സഹാബി യുദ്ധത്തിന് ചട്ടം കെട്ടി ബാക്കി സഹാബികളൊക്കെ അണിനിന്നവരൊക്കെ സൈറ്റഡാണ്, ബ്ലൈൻഡ് അല്ല. ആ സൈറ്റഡായ സഹാബത്ത് അണിനിന്നപ്പോ കണ്ണിന് കാഴ്ചയില്ലാത്ത ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു വന്നിട്ട് നബിയെ ഞാനും ഒന്ന് നിൽക്കട്ടെ. അപ്പൊ വിശുദ്ധ ഗുരു പറഞ്ഞു, ഇബ്നു ഉമ്മ മക്തൂം, അങ്ങ് കണ്ണിന് അന്ധത ബാധിച്ച മനുഷ്യനല്ലേ, എന്തിനാ അങ്ങക്ക് കാണോ, ശത്രുക്കൾ വരുന്നത് കാണോ? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം പറഞ്ഞു, എന്നാലാവുന്നത്. എന്താ ഇതിന്റെ അർത്ഥം? നബിയെ, ഇസ്ലാമിന് ചട്ടം കെട്ടിയ ആ അശ്വാരൂഢന്മാരുടെ സൈന്യത്തിൻ്റെ മുന്നോടി സംഘത്തിൻ്റെ ഒക്കെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ അതൊരു അംഗസംഖ്യ കൂടലല്ലേ? ശത്രുപാളയത്തിൽ നിന്ന് ദർശിക്കുന്നവർക്ക് അംഗസംഖ്യ പെരുത്തതായി തോന്നാൻ എൻ്റെ സാന്നിധ്യം ഒരു കാരണമാവില്ലേ? ആ മനുഷ്യൻ്റെ ഒരു മഹബത്തൊന്ന് ആലോചിച്ച് നോക്കും നമ്മൾ. ഇപ്പം അടുത്താണ് ഈജിപ്തിൽ നിന്ന് തിരമാലകളോട് കിന്നാരം പറഞ്ഞ് പാലസ്തീനിൻ്റെ മക്കൾക്ക് ഞങ്ങൾ കൊടുത്തുവിടുന്ന അരിപദാർത്ഥങ്ങൾ അടങ്ങുന്ന ഈ കുപ്പികൾ നിങ്ങൾ എത്തിക്കണം അലമാലകളെ എന്ന് പറഞ്ഞ് ഈജിപ്തിൻ്റെ കടപ്പുറത്ത് നിന്ന് തിരമാലക്കുട്ടികളുടെ കയ്യിലേക്ക് കുപ്പിയിൽ ധാന്യം നിറച്ചിട്ട് ഇവിടുത്തെ കുഞ്ഞുമക്കൾ ഫലസ്തീനിലെ കൊച്ചനുജന്മാർക്ക് വേണ്ടിയിട്ട് അരിപദാർത്ഥങ്ങൾ കൊടുത്തുവിടാൻ എത്തൂ എന്നൊരു നിശ്ചയമില്ല അല്ലേ? അത്
ഫലസ്തീനിന്റെ തീരത്ത് എത്തും എന്ന് ഒരു നിശ്ചയവുമില്ല. പക്ഷേ അതൊരു ഭീമാകാരമായ ബൃഹത്തായ സന്ദേശമാണ്. അതിലും വലിയ സന്ദേശം എന്താ? ലോകം അത് കാണുകയാണ്. ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ തുംബർഗ് എന്ന് പറയുന്ന ഒരു 23-കാരിയാണ് ഇറ്റലിയിൽ നിന്ന് പായക്കപ്പലിൽ തൻ്റെ സന്നദ്ധ സേവ പ്രവർത്തകരുടെ കൂടെ അകമ്പടിയായി പുറപ്പെട്ടത്. ഗ്രേറ്റയുടെ പായക്കപ്പലിൽ ഫലസ്തീനിലെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള കുറച്ച് ധാന്യങ്ങൾ ഉണ്ടായിരുന്നു, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഗ്രേറ്റയ്ക്കൊരു നിശ്ചയമില്ലായിരുന്നു. തൻബർഗ് പറഞ്ഞു മാധ്യമങ്ങളോട്, എന്ത്? എൻ്റെ ദൗത്യം ഞാൻ നിർവഹിക്കുകയാണ്, എൻ്റെ ദൗത്യം. പി.കെ. പാറക്കടവിൻ്റെ ഒരു കഥയിൽ വായിച്ചതിങ്ങനെ ഓർക്കുകയാണ്. പശിയാണ്, കഠിനമായ വിശപ്പാണ്. അതിൻ്റെ ഇടയിൽ ബാപ്പുണ്ട്, ഉമ്മുണ്ട്, ഒരു മോനുണ്ട്. ആ വിശപ്പിൻ്റെ ഇടയിൽ, പൈതാഹങ്ങളുടെ പരവശതകൾക്കിടയിൽ ബാപ്പ ലോകത്തോട് വിട പറയാൻ ചക്രശ്വാസം വലിച്ചു മരിച്ചു. പിതാവ് മരിച്ചന്ന് എല്ലാവരും വീട്ടിലെത്തി. ആളുകളൊക്കെ കൂടി അന്ന് കരച്ചിലും പിഴിച്ചിലും ബഹളമാണ്. ആ കുട്ടി അന്ന് പട്ടിണിയാണ്. അടുത്ത ദിവസം പല ആളുകളും സമാധാനിപ്പിക്കാനൊക്കെ വരുന്നുണ്ട്, അന്നും അവൻ പട്ടിണിയാണ്. 3-ാമത്തെ ദിവസം അവിടെ വീണ്ടും പന്തൽ വലിച്ചു കെട്ടി അവിടെ ഭോജ്യങ്ങൾ നിരന്നു. കണ്ണൂക്കാണ്, മരിച്ചതിൻ്റെ 3 നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം അവിടെ ഉണ്ട്. പ്രാർത്ഥനയും വഴിപാടൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഈ കുട്ടിക്കൊന്നും അറിയില്ല, ഒട്ടും പൊട്ടും തിരിയാത്തൊരു കുരുന്നാണ്. ഇവൻ്റെ ഏറ്റവും വലിയ ആവശ്യം അന്നമാണ്. തീവ്രമായ പിതാവ് പോയ ദുഃഖത്തിൻ്റെ ഒക്കെ ഇടയിൽ ഇവൻ്റെ ഏറ്റവും വലിയ ആവശ്യം അന്നമാണ്. ബാപ്പാൻ്റെ കണ്ണൂക്കിൻ്റെ അന്ന് രുചിയുള്ള ചോറ് കിട്ടുകയാണ് ഇവൻ. ആ ചോറ് നന്നായി ആർത്തിയോടെ ഭക്ഷിച്ചിട്ട് തിരശ്ശീലക്ക് പിറകിൽ അന്ധകാരത്തെ കൂട്ടാക്കിയിട്ട് മരിച്ചുപോയ ഭർത്താവിനെ ഓർത്തിട്ട് കണ്ണീരും കിനാവുമായിട്ട് ഒരു കൈലേസ് കൊണ്ട് കണ്ണ് തുടച്ചിരിക്കുന്ന ഉമ്മാൻ്റെ അടുക്കൽ പോയിട്ട് ഈ കുട്ടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഉമ്മ എന്നാ മരിക്കുക? ഒരു വല്ലാത്ത നെടുവീർപ്പോടെ ഉമ്മ കുട്ടിയോട് തിരിച്ചു ചോദിക്കാൻ, എന്തേ? 3-ന്റെ അന്ന് ചോറിട്ടു. ആ കഥയിൽ ഒരു പ്രഹസനമില്ല. വിശപ്പാണ് വിഷയമെങ്കിൽ ആ കഥയിൽ ഒരു പ്രഹസനമില്ല. ഈ കഥ ചിലപ്പോൾ സാങ്കല്പികമാവാം. ഇതിൻ്റെ യാഥാർത്ഥ്യ പരിപ്രേക്ഷ്യങ്ങളാണ്. ഒരു ദർപ്പണം പിടിച്ചിട്ട് ഒന്ന് തിരിച്ചു വച്ചാൽ ഖാൻ യൂനിസിൽ കാണുന്നത്, ഗസയിൽ കാണുന്നത്, രണ്ടാൾക്കുള്ള അന്നം 3 മതി എന്ന വിശുദ്ധ ഗുരുവിൻ്റെ അന്നത്തെ വചനത്തിന് സമകാലികമായ എത്ര വലിയ പ്രസക്തിയും ആശയങ്ങളും ഇനിയും അടർത്തപ്പെടാതെ അവിടെ തന്നെ അവശേഷിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധ ജന്മദിനത്തിൻ്റെ സുഹൃതപൂരിതമായ ക്യാമ്പയിൻ ആചരിക്കുന്ന ഈ തുടക്ക മുഹൂർത്തത്തിൽ ഞാൻ ഓർത്തുപോവാൻ. എത്ര സമ്പന്നമായ ആശയങ്ങളാണ് പുണ്യനബി കൊടുത്തത്, അല്ലേ? മോള് ഫാത്തിമാനെ കാണുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞൊരു വാക്ക്, ഫാത്തിമത്തു ഉമ്മു അബീഹ. ഈ ഫാത്തിമ ആരാ നിങ്ങൾക്കറിയോ? അവളെ ബാപ്പാൻ്റെ ഉമ്മയാണ്. ഒരു മകളെപ്പറ്റി ഒരു പിതാവ് കവനചാരുത കൊണ്ട് പ്രയോഗിച്ച ഭാവനാത്മകമായ ഒരു ഭാഷയാണ്. അവളെ ബാപ്പാൻ്റെ ഉമ്മയാണ്. അതിൽ ഫാത്തിമ എന്ന് പറയുന്ന മകളുടെ കരുതലുണ്ട്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞു പോയതിൻ്റെ ശേഷം തനിക്ക് തണലൊരുക്കിയ ഫാത്തിമ എന്ന് പറയുന്ന മകളുടെ സൂക്ഷ്മമായ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കിടക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് ദൗത്യങ്ങളുണ്ട്. പുണ്യനബിയെ ഓർക്കുമ്പോൾ, ആശിഖായ ഹബീബിൻ്റെ മഹബത്തിൻ്റെ കൂടെ നിന്ന് സിദ്ദീഖ് ഓർക്കുമ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, എൻ്റെ ബാപ്പാക്ക് ഓരോ സെക്കൻഡിലും പരിശുദ്ധ റസൂലിനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അകളങ്കമായ തടുത്തു നിർത്താനാവാത്ത അണപൊട്ടിയ സ്നേഹത്തിൻ്റെ പ്രവാഹം വർദ്ധിത വീര്യത്തോടെ കടന്നു വരുന്നത് ഓരോ നിമിഷവും ഞാൻ കാണുമായിരുന്നു. അവസാനം ഏറ്റവും തീവ്രമായി പരിശുദ്ധ ഹബീബിനോട് ആയിഷ ബീവിക്ക് സിദ്ദീഖ് തങ്ങൾക്ക് സ്നേഹമുണ്ടായത്, അടുപ്പുണ്ടായത് വഫാത്തായിട്ട് എൻ്റെ കട്ടിലിൽ വെള്ളശീലയിൽ പൊതിഞ്ഞ് അവിടുത്തെ കിടത്തിയപ്പോഴാണ്. അപ്പോൾ ഓരോ നിമിഷവും കൂടെയിരുന്നു എന്നാണ്, ഓരോ നിമിഷവും. അതുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങൾ പായാധിക്യത്തിൽ, അല്ലേ, അബൂ ഖുഹാഫ എന്ന് പറയുന്ന തൻ്റെ പിതാവ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ആ പിതാവ് ഇസ്ലാം ആശ്ലേഷിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അബൂ താലിബ് മുസ്ലിം ആകുന്നതാണ് എന്ന് പരിശുദ്ധ പ്രവാചക തിരുമേനി പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, കാരണം നബിയുടെ ഇഷ്ടം അതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഹിജ്റക്ക് വേണ്ടി രണ്ടുപേരും ഇങ്ങനെ മദീനയിലേക്ക് വരുമ്പോൾ, മദീനയിൽ നേരത്തെ എത്തിയ ആൾക്കാരുണ്ട്. അവരിങ്ങനെ ദൂരേക്ക് നോക്കുമ്പോൾ രണ്ടാൾ രൂപങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ വേച്ച് നടന്നു വരുന്നതാണ് കാണുന്നത്. അത് സിദ്ദീഖും നബിതങ്ങളുമാണ് എന്ന് കാണുന്നവർക്കൊക്കെ അറിയാം. അവരിങ്ങനെ നോക്കി നിൽക്കാൻ. പക്ഷേ ആരാണ് സിദ്ദീഖോര്, ആരാണ് നബിയോര് എന്നിവർക്ക് അറിയൂല. ആ സംശയത്തിൻ്റെ ഇടയിലാണ് ഒരാൾ സൂര്യതാപത്തിൽ നിന്ന് മറ്റൊരാളെ സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന പുതപ്പെടുത്തിട്ട് മറ്റൊരാളുടെ ശിരസിലേക്ക് സമർപ്പിക്കുന്നത്. ഉടനടി മദീനയിൽ നിന്ന് നോക്കി നിൽക്കുന്ന ആളുകൾ വിദൂരതയിലേക്ക് കണ്ണ് നട്ടിട്ട് പറഞ്ഞു, ആ പുതപ്പിട്ട് കൊടുത്ത ആളാണ് സിദ്ദീഖ്, അത് ഏറ്റുവാങ്ങിയ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എല്ലാം ഒരു സംസ്കൃതിയായി മാറാൻ, അങ്ങനെ ഒരു മഹബത്തിൻ്റെ ഓരം പറ്റി നിൽക്കാൻ സാധ്യമാവുക എന്ന് പറയുന്നതാ. മദീനയിലെത്തുമ്പോൾ 5000 ദീനാറാണ് കയ്യിലുണ്ടായിരുന്നത്. അത് തീരാൻ, പെട്ടെന്ന് തീരാൻ. സിദ്ദീഖ് തങ്ങൾ പിന്നെ ഒന്നുമില്ലാത്ത ശൂന്യമായ കൈയുമായിട്ട് നടക്കാൻ. ഈ ഒരു പുതപ്പായിരുന്നു ആകെ ശരീരത്തിലുണ്ടായിരുന്നത്. മഹാനായൊരു പണ്ഡിതൻ തൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, അവസാന നിമിഷങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാം, താഊസുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പുണ്യ നബിയെ കാണാൻ വഹയുമായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ പുതപ്പിട്ടിട്ട് വന്നിരുന്നു ഈ സിദ്ദീഖിനോട് ഐക്യദാർഢ്യം പ്രാപിക്കാൻ, പ്രകടിപ്പിക്കാൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കൂടെ ജീവിക്കുക. കാന യഅകുലു മഅൽ ഖാദിം, വീട്ടിലേക്ക് പണിയാളനായിട്ട് വന്ന കീഴാളൻ എന്ന് മിഥ്യാധാരണ കൊണ്ട് നമ്മൾ ഭാഷാപരമായിട്ട് മുദ്രകുത്തിയ ജോലിയെടുക്കാൻ വന്ന തൊഴിലാളിയുടെ കൂടെ അന്നം ഭുജിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുമാസിഹു സുബിയാന അസ്ഹാബിഹി, കൂടെ കാണാൻ വന്ന സഹാബത്തിന്റെ മക്കളോട് കുശല സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്ന വിശാല ഹൃദയനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം വരണ്ടുപോയി നബിയെ. ഒരു സഹാബി ഒന്ന് പറഞ്ഞ ആഗതന്റെ ചോദ്യത്തിന് ഉടനെ തന്നെ പരിശുദ്ധ പ്രവാചകന്റെ മറുപടി, അനാഥന്റെ ശിരസിൽ കൈവെക്ക്. കൈവച്ചാൽ പോരല്ലോ, അതിലെല്ലാണ്ട് അനാഥനെ സനാഥനാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നീ ഏർപ്പെട്. ആ കയ്യൊപ്പ് ചാർത്തുന്നതോടുകൂടെ നിന്റെ ഹൃദയത്തിന്റെ വരൾച്ച പമ്പ കടക്കും, ആർദ്രത വഴിഞ്ഞൊഴുകും, നിനക്ക് ചിരിക്കാൻ കഴിയും, നീ സോഷ്യലാകും. ഇന്നത്തെ കാലത്ത് ഈ സന്ദേശത്തിന് എത്ര വലിയ പ്രസക്തിയുണ്ട്. ടോക്സിക് ഫ്രണ്ട്ഷിപ്പിന്റെ കാലാണ് അല്ലേ? ഏകാന്തതയുടെ മറവിൽ ഇരുട്ടിനെ കൂട്ടാക്കിയിട്ട് ചെയ്തു പോയ അന്യായങ്ങളെ സോഷ്യൽ മീഡിയയിലെ ആങ്കറുടെ അടുത്ത് വന്നിട്ട് യാതൊരു മറയില്ലാതെ വിളിച്ചു പറയലാണ് ഇന്നത്തെ സെലിബ്രേഷൻ. തെറ്റ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കാലമാണ്. കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ. എൻ്റെ ഉമ്മത്തിൽ എല്ലാ ആളുകൾക്കും ചിലപ്പോൾ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും, തെറ്റിനെ സെലിബ്രേറ്റ് ചെയ്തവർക്കൊഴികെ. സോഷ്യൽ മീഡിയ പുതിയ സംസ്കാരം അങ്ങനെയാണ്. ആ പുതിയ തലമുറയുടെ വരൾച്ച ബാധിച്ചു പോയ ഹൃദയ കമാനത്തിലേക്ക് ആർദ്രമായ പ്രവാചക സ്നേഹത്തിന്റെ സിദ്ധൌഷധമാകുന്ന ഒരു തുള്ളി ശീകരം, കണിക, ബിന്ദു നമ്മളൊന്ന് പകർന്നു കൊടുത്താൽ അത് നാളെ ചിലപ്പോൾ ഒരു വസന്ത പെയ്ത്താവാനുള്ള സാധ്യതയുണ്ട്. അതാണ് റബീഅ് എന്ന വാക്കിന്റെ ഭാഷാപരമായ താല്പര്യം. വിരിയും സൗഹാർദ്ദത്തിൻ മഞ്ഞപ്പൂങ്കുല ചൂടി ചിരിച്ചീത് അറേബ്യാത്തൻ മണൽക്കാടെന്നാദ്യമായി എന്ന് ഇക്രി കൃഷ്ണൻ പുണ്യനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനത്തെപ്പറ്റി കവിത പാടിയിട്ടുണ്ട്. നടരാജൻ നേരെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്ത്? ക്രിസ്താബ്ദം 600 30 2 ഒത്തൂലസിച്ച ജൂൺ മാസം 8 അൻപിൽ തിരുവയസ് 50 പിന്നീടൊരു 9 4 50 9 59 ഒരു 4 63 വയസ്സിൽ ചന്ദ്രവാരത്തിങ്കൽ ഇത്തം പ്രശോഭിച്ച, ഇങ്ങനെ ശോഭിച്ച ചന്ദ്രനാ ഹന്ത പോയി അസ്തമിച്ചു. പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ വേർപാടിനെ പറ്റി അങ്ങനെ കവിതിലകൻ എങ്ങനെയും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാം മതത്തിൻ്റെ പുറത്തുള്ള ഒരുപാട് കവിശ്രേഷ്ഠന്മാർ പുണ്യനബിയെ പറ്റി എഴുതുകയും വചാലരാവുകയും ചെയ്തത് അവിടുത്തെ ആ സമ്പൽ സമൃദ്ധമായ വിശിഷ്ടമായ പ്രകൃതത്തെ അപഗ്രഥനം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. സ്വഹാബത്ത് ഇങ്ങനെ ചോദിച്ചു വാങ്ങുമായിരുന്നു. ഒരു സൂഫിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, സുഫ്ലി അൻ നഈമിൽ ജന്ന, സ്വർഗത്തിൻ്റെ അനുഗ്രഹം എന്ത്, ആശിസ് എന്ത് എന്ന് ഒന്ന് പറഞ്ഞു തരുമോ? ആ
ആ സൂഫി പറഞ്ഞു കൊടുത്തത് ഫിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നുമില്ല, അതിൽ നബിയുണ്ട്. സ്വർഗത്തെ ഇനി ഒന്നും അധികം വർണ്ണിക്കേണ്ട കാര്യമില്ല എന്നാണ്. അതിൽ മുഹമ്മദുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു കാറ്റാല്, ഒരു തെന്നലായി, ഒരു മരമായി, അല്ലേ, പെരുത്ത നൂറ്റാണ്ടിനിടക്കൊരിക്കലീ മരുപ്പറമ്പാം ഉലകത്തിൽ ഈശ്വരൻ ഒരൊറ്റ വൃക്ഷത്തൈ നടുന്നു, പാന്തരായി വരുന്നവർക്ക് ഉത്തമ വിശ്രമത്തിനായി. അപ്പൊ നമ്മൾ ഇന്ന് പറയാറുണ്ടല്ലോ, മരങ്ങളായ മരങ്ങളെല്ലാം കൊണ്ട് വെയിലാണ് ഈ തണൽ. അപ്പൊ നമ്മളൊരു തണൽ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആ മരം, വടവൃക്ഷം, അതിൻ്റെ മൂർധാവിൽ ഏറ്റുവാങ്ങിയ വെയിലുകളാണ് നാം ഈ ആസ്വദിക്കുന്ന തണൽ. എല്ലാം നല്ലതിനാകട്ടെ. പ്രവാചക പ്രേമമാകുന്ന ആ പരവതാനിയിലൂടെ നഗ്നപാതരായി ജൈത്രയാത്ര നടത്തുമ്പോൾ കിട്ടുന്നൊരു അനുഭൂതിയോളം വലിയൊരു അനുഭൂതി ലോകത്ത് മറ്റൊന്നില്ല. താജ് വാലേ ദേഖ് കർ തേരെ അമാമാ നൂർ കാ സർ झुकाते ते इलाही बोल बाला नूर का शम्मदिल मिश्कात तन सीना जुजाजा नूर का तेरे सूरत के लिए आया है सूरा नूर का. നബിയേ, വെളിച്ചം വിരുന്ന് വന്നത് എന്തിനാണ് എന്ന് മറ്റൊരാളോട് ചോദിച്ചപ്പോ എന്തായിരുന്നു മുഹമ്മദ് മുസ്തഫ എന്നറിയാൻ എനിക്കൊരു വസ്തു കാണിച്ചു കൊടുക്കണമല്ലോ, അതിനാണ് വെളിച്ചം വിരുന്ന് വന്നത്. തേരെ സൂറത്ത് കേലിയേ ആയാ ഹെ സൂറാ നൂർ കാ. അതുകൊണ്ട് മലയാളത്തിലായാലും അറബിയിലായാലും ആംഗലേയത്തിലായാലും വിശുദ്ധ നബിയെ ധ്യാനിച്ചിട്ട് നമ്മൾ എഴുതുന്നതും പറയുന്നതും പാടുന്നതും എല്ലാം മദ്ഹാണ്, മൗലൂദാണ്, പുണ്യനബിയുടെ അപദാനമാണ്. അത് എന്തിനോട് പറഞ്ഞാലും, കാറ്റിനോട് പറഞ്ഞില്ലേ, റൗളയെ തഴുകിയെത്തും കുളിർ കാറ്റേ, മുത്തുനബിയുടെ കഥയൊന്ന് പറയാമോ, മരതകം വിളയുന്ന മരന്തങ്ങളൊഴുകുന്ന മദീനത്തൻ കഥയൊന്ന് പറയാമോ. എത്ര പാട്ടുകളാണ്! പറഞ്ഞാലും പാടിയാലും പൂതി തീരൂല, ക്ഷീണം വരൂല, നമുക്ക് ക്ഷീണം നമ്മളെ തൊട്ട് തീണ്ടൂല. കാരണം കഥാപാത്രം മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم لك الحمد ولك الشكر حتى تحب وترضاه يا الله. اللهم هذا الدعاء في مجلس الميمون المبارك المنعقد لمدح نبيك محمد صلى الله عليه وسلم، ومنك الإجابة فعليك التكلان فعلينا البلاء، لا حول ولا قوة إلا بك يا ذا الجلال والإكرام. اللهم انصرنا وانصر من ينصر معهدنا يا خير الناصرين، وافتح لنا ولهم يا خير الفاتحين، وارزقنا وإياهم يا خير الرازقين، ونجنا وإياهم برحمتك من القوم الظالمين. اللهم هذا الدعاء، اللهم اجعلنا من محبيك ومحبي حبيبك محمد صلى الله عليه وسلم يا رب العالمين. اللهم آنس وحشاتنا في القبور إذ علانا التراب وتقطعت بنا الأسباب، وانصرف عنا الأحباب، وأتانا الملكان المنكر والنكير إلى قبرنا للسؤال والجواب. اللهم ثبتنا بالقول الثابت ولقنا الجواب يا رب العالمين. പടച്ചോനെ തമ്പുരാനെ, റബീഇന്റെ ചന്ദ്രക്കല പടിഞ്ഞാറേ മാനത്ത് ഉദയം ചെയ്യുന്നതിൻ്റെ മുൻപേ പുണ്യനബിയോടുള്ള മദ്ഹ് കീർത്തനങ്ങളുടെ കവാടം തുറന്ന ഈ ദൗത്യ സംഘത്തെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളെല്ലാം അതിൽ ഉൾപ്പെടണേ തമ്പുരാനെ. ഇതിൻ്റെ ഒറ്റ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ട് ലോകവും രക്ഷപ്പെടണേ തമ്പുരാനെ. ഇസ്സത്തോടെ ആഫിയത്തോടെ റാഹത്തോടെ ജീവിച്ച് പടച്ചോനെ ആഖിബത്ത് നന്നായി മരിക്കാൻ ഈ ജൽസ ഞങ്ങൾക്കൊരു സബബാവണേ റബ്ബേ. സ്വർഗം കണ്ട് മരിക്കാൻ ഈ ഇരുത്തം ഞങ്ങൾക്കൊരു കാരണമാകണേ റബ്ബേ. തിരു ഹബീബും അവിടുത്തെ സഹാബത്തും ഞങ്ങൾ മരണാസന്നരാകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇടപെടണേ തമ്പുരാനെ. പടച്ചോനെ, അവരുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ പുളകം കൊള്ളണേ തമ്പുരാനെ. അള്ളാഹുവേ, ദാറുൽ ഹുദയെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ.
പടച്ചോനെ ഞങ്ങളുടെ എല്ലാമായ ഞങ്ങൾക്ക് ബിജാവാപ്പം നൽകിയ ഇതിൻ്റെ പ്രപിതാക്കൾ, ചമ്മാടിൻ്റെ നായകൻ ബാപ്പുട്ടിയാജി മുതൽ അങ്ങോട്ടുള്ള ശൈഖുന സൈനുൽ ഉലമ മുതൽ അങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെ ഞങ്ങൾ ധന്യതയോടെ ഓർക്കുന്നു. പടച്ചോനെ അവരുടെ 6 അടി മണ്ണിലേക്ക് ഇന്ന് ഞങ്ങളുടെ മിസ്ലി സവാബ് എത്തണേ തമ്പുരാനെ. ബഹാവുദ്ദീൻ ഉസ്താദ് അടക്കമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട നായകന്മാർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ കാരണവന്മാരെ അല്ലാഹുവേ നീ പടച്ചോനെ സലാമത്തോടുകൂടെ നിലനിർത്തണേ തമ്പുരാനെ. പടച്ചോനെ തമ്പുരാനെ, ദാറുൽ ഹുദാ സംവിധാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ശക്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഈ ഉമ്മത്തിന് നീ ഐക്യം നൽകണേ തമ്പുരാനെ. ഹുബ്ബുൻ നബിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞങ്ങളുടെ മനസ്സിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ അകത്തോ പുറത്തോ ഏതെങ്കിലും ഞങ്ങൾ അറിഞ്ഞിട്ടോ അറിയാതെയോ ഏതെങ്കിലും രോഗത്തിൻ്റെ വൈറസ് അള്ളിപ്പിടിച്ച് കിടപ്പുണ്ടെങ്കിൽ പടച്ചോനെ ഹുബ്ബുൻ നബിയേക്കാൾ പരിശുദ്ധ ഹബീബിൻ്റെ മദ്ഹിനേക്കാൾ വലിയ ഔഷധമേതാണ്? ബുസൂരി ഇമാമ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നതാണ്. ആ ഔഷധക്കൂട്ടുകളെ കൊണ്ട് സകല വൈറസുകളെയും നീ നിർവീര്യമാക്കണേ അല്ലാ. അതൊരു ശിഫ ആയി ഞങ്ങളിൽ പ്രവർത്തിക്കണേ തമ്പുരാനെ. പടച്ചോനെ ആ മാറ്റം ഞങ്ങളിൽ കാണണേ അല്ലാ, ഞങ്ങളെ കുടുംബത്തിൽ കാണണേ അല്ലാ. ഈ മക്കളെ ദാറുൽ ഹുദയിലേക്ക് പറഞ്ഞയച്ച മാതാപിതാക്കൾക്ക്, കൂട്ടുകുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിൽ നിത്യവൃത്തികളിൽ ഐശ്വര്യം ഉണ്ടാവണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഖൈറദ് ദുനിയാ വഖൈറൽ ആഖിറ വസ്രിഫ് അന്നാ ശർറഹുമാ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لحينا وميتنا يا غافر المذنبين آمين يا أكرم الأكرمين ويا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. أوصيكم بالدعاء والسلام عليكم ورحمة الله.